ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിൽ നൂതന മാർഗങ്ങൾ അവലംബിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുകയാണ് തൊഴിൽ വകുപ്പ്. ഇതിന്റെ ആദ്യഘട്ടം കോഴിക്കോട് ITIയിൽ ആരംഭിക്കുകയാണ്. ട്രൂലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് വൻ തൊഴിൽ സാധ്യതകളാണ് തുറക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. മന്ത്രിയാവാനോ സ്പീക്കർ ആവാനോ താനില്ലെന്ന് കെ മുരളീധരൻ MLA. ജി കാർത്തികേയന്റെ സ്ഥാനം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് മുരളീധരൻ. ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് ലഭ്യമാക്കാൻ കേരളത്തിലെ ITIകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ. തൊഴിലാളികൾക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് മൺസൂണിൽ ബേപ്പൂർ തുറമുഖത്ത് സോഡാകാരവുമായി കൂറ്റൻ ചരക്കു കപ്പലെത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് ലഭ്യമാക്കാൻ കേരളത്തിലെ ITIകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇതിന്റെ ആദ്യപടിയായി കോഴിക്കോട്ടെ പുരുഷ വനിതാ ITIകളെ ഒരുമിച്ച് ട്രൂലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് ITI അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ 2.5 കോടി രൂപ ചെലവിൽ മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് കോഴിക്കോട് ഗവൺമെന്റ് ITIക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മിച്ചത്. തൊഴിൽ പുനരധിവാസ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ITIകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി പുരുഷ വനിതാ ITIകളെ ഒരുമിച്ച് ട്രൂലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്കാക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ITIകളിലൂടെ മാത്രമേ ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സാധ്യമാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ഈ 2 ITI വ്യത്യസ്തമായി തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ക്യാമ്പസായി കണക്കാക്കിക്കൊണ്ട് ഈ 2 ITI ട്രൂലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്. ട്രൂലി ഇന്റർനാഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ മാനദണ്ഡമാക്കി വെക്കാൻ പോകുന്നത്. A. പ്രദീപ് കുമാർ MLA ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. MK രാഘവൻ MP മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനതല സ്കിൽ കോമ്പറ്റീഷൻ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഇൻസ്ട്രക്ടർമാർക്കുള്ള ഉപഹാര സമർപ്പണം A. പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. കൌൺസിലർ O. സദാശിവൻ, RSBB ജില്ലാ സെക്രട്ടറി PA മുരുകേശൻ പിള്ള, KE ഷാനവാസ്, PM കരുണാകരൻ, PV മാധവൻ, B. ശ്രീകുമാർ, A. കൃഷ്ണകുമാർ, കളരിയിൽ രാധാകൃഷ്ണൻ, സാദിഖ് ചേലാട്ട്, NP അശോകൻ, രവികുമാർ R, സുഭാഷ് കുമാർ A, വിഷ്ണുദേവ് EK, KV മുഹമ്മദ്, K. ഷൈനമോൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മന്ത്രിയാവാനോ സ്പീക്കറാവാനോ താനില്ലെന്ന് കെ മുരളീധരൻ MLA ആയി ഒതുങ്ങിക്കൂടാനാണ് തനിക്ക് ആഗ്രഹം. ജി കാർത്തികേയന് സംഘടനാ തലത്തിലാണോ സർക്കാരിലാണോ സ്ഥാനം നൽകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. ഞാനിതിലെ കക്ഷിയല്ലല്ലോ, പൂച്ചയ്ക്ക് എന്തിനാ പൊന്നൊരുക്ക് നടത്തുന്ന കാര്യം. ഞാനിങ്ങനെ ഒതുങ്ങി കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. 18 മാസം കൂടെ ബാക്കിയുണ്ട്. ആ 18 മാസം MLA എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ച പോലെ നന്നായി പ്രവർത്തിച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹം. അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ആഗ്രഹങ്ങളൊന്നുമില്ല.
സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളുടെ ശുദ്ധത ഉറപ്പുവരുത്താൻ കേരളത്തിൽ ഉടനീളമുള്ള പഞ്ചായത്തുകൾ CWRDMുമായി കൈകോർത്ത് പ്രവർത്തിക്കണമെന്ന് MK രാഘവൻ MP. ജലവികസന വിനിയോഗ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയും CWRDM ജലഗുണനിലവാര ലബോറട്ടറിക്ക് ലഭിച്ച NABL അംഗീകാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ജലസ്രോതസ്സുകൾ നിരവധിയുണ്ടെങ്കിലും അതിന്റെ ശുദ്ധതയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന കാലഘട്ടമാണിത്. ഇതിന് പരിഹാരം കാണാനായി കേരളത്തിലുടനീളമുള്ള പഞ്ചായത്തുകൾ CWRDMുമായി കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടിവെള്ള ഗുണനിലവാര രംഗത്തെ പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ശില്പശാലയും CWRDMിലെ ജലഗുണനിലവാര ലബോറട്ടറിക്ക് ലഭിച്ച NABL അംഗീകാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. സംസ്ഥാന തലത്ത് മാത്രം ഒതുങ്ങാതെ രാജ്യാന്തര തലത്തിലേക്കും CWRDMന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നും രാഘവൻ MP കൂട്ടിച്ചേർത്തു. മാലിന്യവിമുക്തമായ സംസ്ഥാനമായി മാറുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മാലിന്യവിമുക്തമായ സംസ്ഥാനമായി മാറ്റാൻ കഴിയുന്നില്ല. എല്ലാ വീടുകളിലുമുള്ള മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കുന്നതിന് പകരം ചടങ്ങിൽ CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ NB നരസിംഹപ്രസാദ് അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് PT റഹീം MLA, CWRDM സയന്റിസ്റ്റ് ഡോക്ടർ K മാധവൻ, വാട്ടർ ക്വാളിറ്റി ഡിവിഷൻ സയന്റിസ്റ്റ് ഡോക്ടർ PS ഹരികുമാർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജലവിഭവ രംഗത്ത് CWRDM നടപ്പിലാക്കി വരുന്ന പദ്ധതികളുടെ അവലോകനം നടന്നു. CWRDM സയന്റിസ്റ്റുമാരായ ഡോക്ടർ VP ദിനേശൻ, CM സുശാന്ത്, ഡോക്ടർ AB അനിത എന്നിവർ പ്രസംഗിച്ചു. കുടിവെള്ള ഗുണനിലവാര രംഗത്തെ പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ നടന്ന ശില്പശാലയിൽ CWRDM സയന്റിസ്റ്റ് ഡോക്ടർ PS ഹരികുമാർ ക്ലാസ് എടുത്തു. തൊഴിലാളികൾക്ക് പ്രതീക്ഷയേകി മൺസൂണിൽ ബേപ്പൂർ തുറമുഖത്ത് കൂറ്റൻ ചരക്കു കപ്പലെത്തി. ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നും 1652 ടൺ സോഡക്കാരവുമായാണ് MV ഹെർമീസ് എന്ന കപ്പൽ ബേപ്പൂർ തുറമുഖത്തെ പഴയ വാർപ്പിൽ നങ്കൂരമിട്ടത്. ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് 1652 ടൺ സോഡാക്കാരവുമായാണ് MV ഹെർമീസ് എന്ന കപ്പൽ ബേപ്പൂർ തുറമുഖത്ത് അടുപ്പിച്ചത്. 73 മീറ്റർ നീളമുള്ള ബാർജ് തുറമുഖത്തെ പഴയ വാർഫിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. 4 നോട്ടിക്കൽ മൈൽ വേഗത്തിലെത്തിയ കപ്പൽ അഴിമുഖത്തെ ശക്തമായ ഒഴുക്കിൽ അര നോട്ടിക്കൽ വേഗത്തിലാണ് ചാനലിൽ പ്രവേശിപ്പിച്ചത്. തുറമുഖ പൈലറ്റ് K ശിവദാസന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ഏറെ പണിപ്പെട്ടാണ് സുരക്ഷിതമായി വാർഫിലടുപ്പിച്ചത്. ഹിന്ദുസ്ഥാൻ ലിവർ കമ്പനിക്കുള്ള സോഡാക്കാരം ബേപ്പൂരിലെ G&M ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണ് ഇറക്കുമതി ചെയ്യുന്നത്. കപ്പലെത്തിയ ഉടൻ മൊബൈൽ ക്രെയിനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ചരക്ക് ഇറക്കി തുടങ്ങി. ക്യാപ്റ്റൻ AK ദശരഥന്റെ നേതൃത്വത്തിൽ 13 ജീവനക്കാരുള്ള കപ്പൽ കഴിഞ്ഞ സീസണിലും തുറമുഖത്ത് എത്തിയിരുന്നു. ചെറുകിട തുറമുഖമായ ബേപ്പൂരിൽ യാത്രാ കപ്പലുകൾക്കും ഉരുക്കൾക്കും മൺസൂണിൽ യാത്രാ നിയന്ത്രണമാണ്. കാലവർഷം പ്രമാണിച്ചു സെപ്റ്റംബർ 15 വരെയാണ് നിയന്ത്രണം. സാധാരണ ഈ കാലയളവിൽ ബേപ്പൂരിൽ കാര്യമായി കപ്പലുകൾ എത്താറില്ല. 4 മാസക്കാലം ചരക്കു നീക്കം വളരെ കുറയുന്നത് കയറ്റിറക്ക് തൊഴിലാളികളെ ബാധിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ എബ്രഹാം V കുര്യക്കോസ് ഇടപെട്ടാണ് സോഡാക്കാരവുമായി കപ്പൽ എത്തിച്ചത്. മൺസൂണിൽ കപ്പലുകൾ എത്തിത്തുടങ്ങിയത് ബേപ്പൂരിൽ നിന്നുള്ള കയറ്റുമതിക്ക് ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷ. കാലാവസ്ഥ അനുകൂലിച്ചാൽ സോഡാക്കാരം ഇറക്കി 2 ദിവസത്തിനകം കപ്പൽ തുറമുഖം വിടുമെന്ന് പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ എബ്രഹാം V കുര്യക്കോസ് പറഞ്ഞു. കർക്കിടകം ആധ്യാത്മിക പുസ്തകങ്ങളുടെ പൂക്കാലം കൂടിയാവുകയാണ്. മേളകളും പ്രദർശനങ്ങളും ഒരുക്കി നഗരത്തിലെ തെരുവോരങ്ങളിൽ ആത്മീയ പുസ്തകങ്ങളുടെ കലവറ ഒരുങ്ങി. നൈനു സരമി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കർക്കിടകം പിറന്നതോടെ മേളകളും പ്രദർശനങ്ങളുമായി ആധ്യാത്മിക പുസ്തകങ്ങൾ വിപണിയിൽ ഒരുങ്ങി. കോഴിക്കോട് നഗരത്തിൽ തളിയിലും പാളയത്തുമെല്ലാം ആധ്യാത്മിക പുസ്തകമേളകൾ സജീവമായിരിക്കുകയാണ്. കേരളത്തിലെ പ്രസിദ്ധരായ പ്രസാധകരുടെയെല്ലാം ആധ്യാത്മിക പുസ്തകങ്ങൾ വിപണിയിലുണ്ട്. കർക്കിടകം രാമായണ മാസം കൂടിയായതിനാൽ ആധ്യാത്മ രാമായണത്തിനാണ് ആവശ്യക്കാർ ഏറെയും. തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം, വാൽമീകി രാമായണം, മാപ്പിള രാമായണം എന്നിവയെല്ലാം മേളകളിലുണ്ട്. 300 രൂപ മുതൽ 500 രൂപ വരെയാണ് ഇവയുടെ വില. രാമായണത്തിനോടൊപ്പം ശ്രീമദ് ഭഗവത്ഗീത, ദേവി മഹാത്മ്യം, മഹാഭാരതം, നാരായണീയം, ശ്രീഗണേശ പുരാണം, ബ്രഹ്മപുരാണം, 15ഓളം ഭാഗവതങ്ങൾ, മഹാഭാരത കഥകൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം മേളകളിൽ സജീവമാണ്. കൂടാതെ 5555 താളിയോലകൾ, 108 ഉപനിഷത്തുകൾ, അഥർവവേദം, ഋഗ്വേദം, സാമവേദം, സ്കന്ദപുരാണം, കലക്കിപുരാണം എന്നിവയുമുണ്ട്. 1000 തുടങ്ങി 2000 വരെ നീളുന്നു വിലകൾ. തമിഴ് ശാസ്ത്ര സാഹിത്യത്തിലെ പ്രധാനികളായ തിരുക്കൂർ, തിരുവാചകം, തിരുമാത്രം എന്നിവ 3 ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തിരുമന്ത്രം മേളയിലെ പ്രധാന ആകർഷണമാണ്. കർക്കിടക മാസമായതോടെ സന്ധ്യാനാമകീർത്തനങ്ങൾ, ലളിത സഹസ്രനാമങ്ങൾ, ഹരിനാമകീർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്.
കൂടുതലും വീട്ടമ്മമാരാണ് ഇത്തരം പുസ്തകങ്ങൾ ചോദിച്ചു വാങ്ങുന്നതെന്ന് തളി തയ്യൽ പൂജ സ്റ്റോറിലെ പുസ്തകമേള നടത്തിപ്പുകാരൻ പ്രേമാനന്ദൻ പറയുന്നു. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഒരു 9 വീതം 9 പ്രസാധകന്മാരെ രാമായണം വിൽക്കുന്നുണ്ട്. പിന്നെ ഹിന്ദി രാമായണം ഉണ്ട്, പിന്നെ മാപ്പിള രാമായണം എന്ന് പറഞ്ഞിട്ട് അതൊന്നുണ്ട്. പിന്നെ ആത്മീയ പുസ്തകമേളകളോടൊപ്പം യോഗ, ആയുർവേദം, പരിസ്ഥിതി ഗ്രന്ഥങ്ങളുമുണ്ട്. കൂടാതെ രാമായണ പാരായണ സീഡികളും രാമായണം വായിക്കാനായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകളും ഭസ്മത്തട്ടുകൾ, ശീബോധി പലകകൾ എന്നിവയും വിപണിയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. നാടും നഗരവും നാമജപ മന്ത്രങ്ങളാൽ മുഖരിതമാകുമ്പോൾ ആധ്യാത്മിക പുസ്തകങ്ങളുടെ പൂക്കാലം കൂടിയാവുകയാണ് ഈ കർക്കിടക മാസം. ക്യാമറമാൻ മിഥുനൊപ്പം നൈനു. വാർത്തകളിൽ ഒരു ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു PT മധുസൂദനക്കുറുപ്പെന്ന് K മുരളീധരൻ MLA അനുസ്മരിച്ചു. KP കേശവ മേനോൻ ഹാളിൽ സംഘടിപ്പിച്ച മധുസൂദനക്കുറുപ്പ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മുൻ മേയർ PT മധുസൂദനക്കുറുപ്പ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും KP കേശവ മേനോൻ ഹാളിലാണ് നടന്നത്. PT മധുസൂദനക്കുറുപ്പ് പുരസ്കാരം മുൻ മന്ത്രി M കമലത്തിന് K മുരളീധരൻ MLA സമ്മാനിച്ചു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചുനിന്ന വ്യക്തിത്വമായിരുന്നു മധുസൂദനക്കുറുപ്പെന്നും അവസാന കാലത്ത് കൌൺസിലർ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അടുത്ത കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് UDFന് അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് MLA കൂട്ടിച്ചേർത്തു. അനുസ്മരണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. മുൻ മന്ത്രിമാരായ അഡ്വക്കേറ്റ് P ശങ്കരൻ, അഡ്വക്കേറ്റ് MT പത്മ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയൻ, NK അബ്ദുറഹ്മാൻ, UV ദിനേശ് മണി, P മുഹമ്മദ് കോയ, CP വിശ്വനാഥൻ, PT വാസുണ്ണിക്കുറുപ്പ്, PT അജയൻ, P കുഞ്ഞിമൊയ്തീൻ, ദിനേശ് പെരുമണ്ണ എന്നിവർ സംബന്ധിച്ചു. കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനാണ് സീബ്ര ലൈൻ വരച്ചിരിക്കുന്നത്. എന്നാൽ ദീർഘദൂര ബസ്സുകളുടെയും മറ്റു വാഹനങ്ങളുടെയും മരണപ്പാച്ചിലിൽ സീബ്ര ലൈനിലൂടെയുള്ള യാത്രയിലും രക്ഷയില്ല. കൊയിലാണ്ടി ദേശീയപാത മുറിച്ചു കടക്കുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി കൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടി ദേശീയപാത മുറിച്ചു കടക്കുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാവുന്നു.
കഴിഞ്ഞ ദിവസം താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടന്ന യാത്രക്കാരൻ അമിത വേഗതയിലെത്തിയ ആംബുലൻസ് ഇടിച്ചു മരിച്ചു. ഒരാഴ്ച മുൻപ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്ക് കൂട്ടിരിക്കാനെത്തിയ വിയൂർ സ്വദേശി സീബ്ര ലൈനിലൂടെ തന്നെ റോഡ് മുറിച്ചു കടക്കവേ അമിത വേഗതയിൽ വന്ന ദീർഘദൂര ബസ് ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പരിക്കേറ്റയാൾ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ ഇടിച്ച ബസിന്റെ മരണപ്പാച്ചിൽ പതിവ് പോലെ തുടരുന്നു. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി ജീവനക്കാരി തനൂജയെ മോട്ടോർ സൈക്കിൾ ഇടിച്ചിട്ട് കടന്നുകളഞ്ഞതും ഇവിടെ വെച്ചു തന്നെയാണ്. കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടിയാണ് ഇവിടെ സീബ്ര ലൈൻ വരച്ചത്. സീബ്ര ലൈനിൽ യാത്രക്കാർ പ്രവേശിച്ചാൽ വാഹനങ്ങൾ നിർത്തി യാത്രക്കാർക്ക് കടന്നുപോകാൻ അനുവദിക്കണമെന്നാണ് നിയമം. എന്നാൽ സീബ്ര ലൈനിന് പുല്ലുവിലയാണ് ദീർഘദൂര ബസ്സുകളും മറ്റും നൽകുന്നത്. ഓർമ്മകളുടെ മൈതാനത്ത് അനശ്വര സാന്നിധ്യമായ VP സത്യന് നഗരത്തിന്റെ പ്രണാമം. സത്യൻ സോക്കർ സ്കൂളിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന VP സത്യൻ അനുസ്മരണ ചടങ്ങ് A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ കണ്ട പ്രതിഭാശാലിയായ ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായിരുന്നു VP സത്യനെന്ന് MLA അനുസ്മരിച്ചു. അന്തരിച്ച ഫുട്ബോൾ താരം VP സത്യന്റെ ഓർമ്മകളുമായി കൂട്ടുകാരും ബന്ധുക്കളും ഒത്തുചേർന്നു. സത്യന്റെ 8ാം ചരമവാർഷിക നാളിൽ കോഴിക്കോട് ചേർന്ന പരിപാടിയിൽ അമ്മ നാരായണിയമ്മ വിളക്ക് കൊളുത്തി. ഭാര്യ അനിത സംഘാടകയായി മാറി. പഴയ തലമുറയിലെ കളിക്കാരും ഭാവിയിലേക്കുള്ള കുരുന്നുകളും പങ്കെടുത്തു. സത്യൻ സോക്കർ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്ത്യക്ക് സമർപ്പിച്ച ഫുട്ബോളറായിരുന്നു സത്യനെന്ന് MLA അനുസ്മരിച്ചു. സത്യന്റെ കളിയും അർപ്പണബോധവും പുതിയ തലമുറയ്ക്ക് മാതൃകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചാലേ കേരളം ഫുട്ബോളിൽ മുന്നോട്ട് പോകൂ. വരാനിരിക്കുന്ന ദേശീയ ഗെയിംസിൽ ഫുട്ബോൾ നടക്കുന്ന സ്റ്റേഡിയത്തിന് ഒളിമ്പ്യൻ റഹ്മാന്റെ പേരിടണം. അതിനായി എല്ലാ സമ്മർദ്ദങ്ങളും ചെലുത്തുമെന്നും പ്രദീപ് കുമാർ പറഞ്ഞു. സോക്കർ സ്കൂൾ കുട്ടികൾക്കായി നടന്ന ലോകകപ്പ് ക്വിസിൽ വിജയികളായവർക്ക് സ്പോർട്സ് കൌൺസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് TP ദാസൻ സമ്മാനങ്ങൾ നൽകി. ബാസി മലാപ്പറമ്പ്, സേതു മാധവൻ, VA ജോസ്, അനിത എന്നിവർ സംസാരിച്ചു. പ്രമേഹ രോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് ശ്രീധരന്റെ പ്രമേഹം അറിയേണ്ടതെല്ലാം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മേയർ AK പ്രേമചന്ദ്രൻ നൽകി സംവിധായിക അഞ്ജലി മേനോൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പ്രമേഹ രോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് ശ്രീധറിന്റെ പ്രമേഹം അറിയേണ്ടതെല്ലാം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരണം. താജ് ഗേറ്റ്വേ ഹോട്ടലിൽ മേയർ AK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംവിധായിക അഞ്ജലി മേനോൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. Ms. Anjali Menon to kindly launch our book by handing over the first copy to our worshipful Mayor, Professor AK Premachandran. കവി PK ഗോപി, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അലി ഫൈസൽ, തിരക്കഥാകൃത്ത് TA റസാഖ്, NE മനോഹർ, ഡോക്ടർ പ്രദീപ് ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. നഗരത്തിലെ ജംഗ്ഷനുകളിലെ ഹൈമാസ്റ്റ് വിളക്കുകൾ പ്രകാശിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരത്തിലെ 8 പ്രധാന ജംഗ്ഷനുകളിൽ വിളക്കുകൾ സ്ഥാപിച്ചത്. ബേപ്പൂർ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമചന്ദ്രൻ നിർവഹിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിൽ 8 പ്രധാന ജംഗ്ഷനുകളിൽ ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിച്ചു. ഇതിനായി 33,64,000 രൂപ ചിലവഴിച്ചു. വേങ്ങേരി, പൂളാടിക്കുന്ന്, ചെറുവണ്ണൂർ, എരഞ്ഞിപ്പാലം എന്നിവിടങ്ങളിൽ 16 മീറ്റർ ഉയരമുള്ള ഹൈമാസ്റ്റ് ലാമ്പുകളും ചേവായൂർ, പറ്റമ്മൽ, മേത്തോട്ടുതാഴം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ 12 മീറ്റർ ഉയരമുള്ള ഹൈമാസ്റ്റ് ലാമ്പുകളുമാണ് സ്ഥാപിച്ചത്. ബേപ്പൂർ ബസ് സ്റ്റാൻഡിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമചന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ സ്ഥലങ്ങളിൽ ഹൈമാസ്റ്റ് ലാമ്പുകൾ സ്ഥാപിക്കുന്നതിന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കുമെന്ന് മേയർ ബേപ്പൂർ പറഞ്ഞു. നഗരാസൂത്രണ കമ്മിറ്റി ചെയർമാൻ P. രജനി അധ്യക്ഷം വഹിച്ചു. കൌൺസിലർമാരായ PV ഹൈദരലി, പൊന്നത്ത് ദേവരാജൻ, PP ബീരാൻ കോയ എന്നിവർ സംസാരിച്ചു. വാർഡ് കൺവീനർ കരുവള്ളി ശശിധരൻ സ്വാഗതം പറഞ്ഞു. ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക, കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. ഷോപ്പിംഗ് ഒരു ഉത്സവമാക്കാം.
കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. കർഷക ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള കൃഷി വികസനം നടപ്പാക്കുന്നതിലൂടെ 2016 കേരളത്തെ സമ്പൂർണ്ണ ജൈവ കൃഷി സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി കെ.പി. മോഹനൻ പറഞ്ഞു. കൃഷി വകുപ്പ് നടപ്പാക്കിവരുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും 2013-14 വർഷത്തെ അവാർഡ് ദാനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും അവാർഡ് ദാനവും കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. കൃഷിമന്ത്രി കെ.പി. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തരിശുഭൂമികൾ മുഴുവൻ കൃഷിക്ക് ഉപയുക്തമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. കാർഷിക രംഗത്തെ പുരോഗതിക്ക് കാർഷിക ബജറ്റ് കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലാണ്. കെടുതികളിൽ വിള നഷ്ടപ്പെടുന്ന കർഷകന് നഷ്ടപരിഹാരം ലഭിക്കാൻ ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവരും. കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്താൽ മാത്രമേ വിപണി ലഭ്യമാവൂ. ഇതിനായി ഹോർട്ടികോപ്പ് മുഖേന വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2016 കേരളത്തെ സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ വൻ വിജയമായെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകൾക്ക് സൗജന്യമായ ബയോഗ്യാസ് പ്ലാന്റുകൾ നൽകുന്ന പദ്ധതിയും ചടങ്ങിൽ നടന്നു. വിദ്യാർത്ഥികൾക്ക് വിത്ത് വിതരണം ചെയ്യുന്ന പദ്ധതി മലയമ്മ യു.പി. സ്കൂളിലെ കുട്ടികൾക്ക് നൽകി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മേയർ എ.കെ. പ്രേമജം അധ്യക്ഷം വഹിച്ചു. പച്ചക്കറി ഗ്രോ ബാഗ് വിതരണം എ. പ്രദീപ് കുമാർ എം.എൽ.എ. നിർവഹിച്ചു. പച്ചക്കറി ക്ലസ്റ്റർ സാമ്പത്തിക സഹായം സി.കെ. നാണു എം.എൽ.എ. വിതരണം ചെയ്തു. മികച്ച സ്കൂൾ പച്ചക്കറി കൃഷിത്തോട്ടങ്ങൾക്കുള്ള അവാർഡ് സി. മോയിൻകുട്ടി എം.എൽ.എ. വിതരണം ചെയ്തു. മികച്ച കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കുള്ള അവാർഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. മികച്ച സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് പുരുഷൻ കടലുണ്ടി എം.എൽ.എ. കൃഷി ഓഫീസർമാർക്കുള്ള അവാർഡ് ജില്ലാ കളക്ടർ സി.എ. ലത എന്നിവർ വിതരണം ചെയ്തു. അഡീഷണൽ കൃഷി ഡയറക്ടർ എൻ. വിജയൻ സ്വാഗതവും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി. രഞ്ജിനി നന്ദിയും പറഞ്ഞു. രണ്ടാം സമ്മാനം ശ്രീ വിമൽ കെ. ഗാന്ധി. സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ നിർവഹിക്കുന്നത് മീനച്ച ഓപ്പിലിക്കായി കാസർഗോഡ്. പ്രിൻസിപ്പൽ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി റിറ്റാർഡ് ചിൽഡ്രൻ കൊച്ചിപ്ലാവ് അടിമാലി. ഇടുയോ കെ. കൃഷ്ണുണ്ണി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റീന ജോൺ. രണ്ടാം സമ്മാനം ബേപ്പൂർ ശിവപുരി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് പത്മനാഭൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. ബേപ്പൂർ ശിവപുരി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തു നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SSLC വിഭാഗത്തിലെ കൃഷ്ണ എം. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ടി. രാധാകൃഷ്ണൻ അധ്യക്ഷനായ പരിപാടി പ്രസിഡന്റ് പത്മനാഭൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അത് നമ്മുടെ സമൂഹത്തിൽ ഈ വിദ്യാർത്ഥികൾ ഉയർന്ന അറിവ് നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും ശുഭോദർക്കമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാൻ ഈ വിദ്യാഭ്യാസത്തെയും മാത്രമല്ല മണ്ഡലം. ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ കെ. ഉബൈദത്ത് അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് പതിവ് പോലെ ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. ബേപ്പൂർ JHI ജംഷീന CP, കൺവീനർ മുരളി ബേപ്പൂർ, KC ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ VS രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2013-14 അധ്യയന വർഷം BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLCക്ക് 34 വിദ്യാർത്ഥിനികൾ മുഴുവൻ വിഷയത്തിലും A+ നേടി വിജയിച്ചു. മൊത്തം വിജയ ശതമാനം 99.7. പ്ലസ് 2വിന് 11 വിദ്യാർത്ഥിനികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. വിജയ ശതമാനം 92. ഇതിനു പുറമെ ഒരു വിഷയത്തിന് മാത്രം A+ നഷ്ടപ്പെട്ട നിരവധി വിദ്യാർത്ഥികളുമുണ്ട്. ശ്രേഷ്ഠമായ വിജയം കൈപ്പിടിയിലൊതുക്കിയ കുട്ടികളെ PTയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രം പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ VS രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ സിസിലി ജോൺ, ഹെഡ്മിസ്ട്രസ് വത്സല ജോൺ, കോർപ്പറേറ്റ് മാനേജർ റവറൻ വിനോദ് അല്ലൻ, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സുമം NS, കൌൺസിലർ P. കിഷൻചന്ദ്, DO E. വസന്തൻ, CP സദാനന്ദൻ, സ്മിത ജയരാജ്, നെൽസൺ വിൻസെന്റ്, KP റീന എന്നിവർ സംസാരിച്ചു.
ഐഡിയൽ ഇസ്ലാമിക് മൂവ്മെന്റ് ഒരുക്കുന്ന റംസാൻ ഓണം സ്നേഹസംഗമവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ കെ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. 1.5 പതിറ്റാണ്ട് കാലമായി കോഴിക്കോട് കേന്ദ്രമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഐഡിയൽ ഇസ്ലാമിക് മൂവ്മെന്റ് ഒരുക്കുന്ന റംസാൻ ഓണം സ്നേഹസംഗമവും ജീവകാരുണ്യ പ്രവർത്തന ഉദ്ഘാടനവും ടൗൺ ഹാളിൽ നടന്നു. മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ കെ അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ നമ്മുടെ വിവിധ മതക്കാരാകുന്നു, വിവിധ ജാതിക്കാരാകുന്നു, വിവിധ പ്രദേശക്കാരാകുന്നു, വിവിധ ഭാഷക്കാരാകുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ പരസ്പരം അടികൂടുന്നു, തമ്മിൽ തമ്മിൽ. അപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മളുടെയൊക്കെ സിരകളിൽ ഓടുന്ന രക്തത്തിന് ഇരട്ട നിറമാണെന്നും നമ്മളൊക്കെ ശ്വസിക്കുന്ന വായു ഒന്നാണെന്നും നമ്മളൊക്കെ കുടിക്കുന്ന വെള്ളമെന്നാണ് നമ്മൾ അറിയുന്നത്. ദൈവം ഈ ലോകം സൃഷ്ടിച്ചത് ഏതെങ്കിലും ജാതിക്കാർക്കോ മതക്കാർക്കോ വേണ്ടി മാത്രമല്ല. IIM പ്രസിഡന്റ് VP അബ്ദുള്ള അധ്യക്ഷം വഹിച്ചു. ഐഡിയൽ ഇസ്ലാമിക് മൂവ്മെന്റ് സെക്രട്ടറി P ഇസ്മായിൽ, ഡോക്ടർ K മൊയ്തു, EKP അബ്ദുൽ ലത്തീഫ്, സഫ അൽവി, ആനീസ് ആദം, R ജയന്ത്കുമാർ, K ഇബ്രാഹിംകുട്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കരിപ്പൂർ വിമാനത്താവളത്തിലെ എയർ ഇന്ത്യയുടെ ജോലി നിഷേധിക്കപ്പെട്ട 220 കരാർ തൊഴിലാളികളെ ഉടൻ തിരിച്ചെടുക്കണമെന്ന് സംയുക്ത സമരസമിതി. ഈ ആവശ്യം ഉന്നയിച്ച് ജൂലൈ 23-ന് എയർപോർട്ടിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ദിവസവേതനം 500 രൂപയാക്കി തരും എന്നാണ് പുതുതായി കരാർ ഏറ്റെടുത്ത കമ്പനി പറഞ്ഞിരുന്നത്. എന്നാൽ മുൻപ് ലഭിച്ച 350 രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. ഈ സാഹചര്യത്തിലാണ് പ്രത്യക്ഷമായ സമരപരിപാടികൾക്ക് ഒരുങ്ങിയതെന്നും സംഘാടകർ പറഞ്ഞു. കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാർക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ വകയിൽ 2500 കോടിയോളം രൂപ കുടിശ്ശികയായി സർക്കാർ കൊടുത്തു തീർക്കാനുണ്ടെന്ന് ഗവൺമെന്റ് കരാറുകാരുടെ സംയുക്ത സമരസമിതി കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2013 ഓഗസ്റ്റ് മാസം മുതൽ ഇതുവരെയുള്ള കുടിശ്ശികയാണ് നിലനിൽക്കുന്നത്. ഇത് കാരണം കരാറുകാർ വളരെയധികം പ്രയാസത്തിലാണ്. ഇത്തരം വിഷയങ്ങളെല്ലാം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാർ സംസ്ഥാന വ്യാപകമായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടെൻഡർ ബഹിഷ്കരണ സമരം നടത്തിവരികയാണ്. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഓഗസ്റ്റ് 1 മുതൽ പ്രവൃത്തികൾ നിർത്തിവെക്കുവാനും ഓഗസ്റ്റ് 1-ന് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ കളക്ടറേറ്റുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുവാനും തീരുമാനിച്ചിരിക്കുകയാണെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു. തൊണ്ടയാട് മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ ഹർത്താൽ നടത്തുന്നു. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ഓട്ടോറിക്ഷ, ടാക്സി, ആംബുലൻസ് ജീവനക്കാർ എന്നിവരുടെ സംയുക്ത സംഘടനയായ മെഡിക്കൽ കോളേജ് തൊണ്ടയാട് റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ജൂലൈ 23-ന് ബുധനാഴ്ച രാവിലെ 9 മുതൽ 12 മണി വരെ തൊണ്ടയാട് മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഭാഗത്ത് ഹർത്താൽ നടത്തുവാൻ തീരുമാനിച്ചത്. ഹർത്താലിൽ വാഹനങ്ങൾ തടയില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടീവ് ലിമിറ്റഡ് വിദേശ തൊഴിലന്വേഷകർക്ക് വേണ്ടി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്കും വിദഗ്ധരായ തൊഴിലാളികൾക്കും വിദേശ രാജ്യങ്ങളിൽ അനുയോജ്യമായ തൊഴിൽ മേഖലകൾ കണ്ടെത്തി ചുരുങ്ങിയ ചിലവിൽ അവരെ ജോലികളിൽ നിയോഗിക്കുക എന്നതാണ് ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിലും ആക്രമണത്തിലും പ്രതിഷേധിച്ച് AAYF-ന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം MKM കുട്ടി ഉദ്ഘാടനം ചെയ്തു. KK പ്രദീപ് അധ്യക്ഷം വഹിച്ചു. AAYF ജില്ലാ സെക്രട്ടറി P ഗവാസ്, പ്രസിഡന്റ് അജയ് ആവള, KC അൻസാർ, അഷ്റഫ് കുരുവട്ടൂർ, ഷർഷാദ് അലി എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രിയാവാനോ സ്പീക്കർ ആവാനോ താനില്ലെന്ന് കെ മുരളീധരൻ MLA. G കാർത്തികേയന്റെ സ്ഥാനം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് മുരളീധരൻ. ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് ലഭ്യമാക്കാൻ കേരളത്തിലെ ITIകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ. തൊഴിലാളികൾക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് മൺസൂണിൽ ബേപ്പൂർ തുറമുഖത്ത് സോഡാകാരവുമായി കൂറ്റൻ ചരക്കു കപ്പലെത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്.
ആഹ്ലാദം മുണ്ടുകൾ ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.